ഇത് വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷം തന്നെ നമുക്കൊത്തിരി ആധ്യാത്മികത നൽകുന്നതാണ്. വളരെ നല്ല ശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടം. ഞാനിവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ധാരാളം ആളുകൾ ഇവിടെ കൊച്ചുപള്ളിയിൽ പകൽ സമയങ്ങളിലൊക്കെ വന്ന് അവരുടെ യാത്രയുടെ ഇടവേളകളിൽ അല്ലെങ്കിൽ ജോലിയുടെ ഇടവേളകളിലൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ചങ്ങനാശ്ശേരിയുടെ മുഴുവനും, നമ്മുടെ അതിരൂപതയുടെ മുഴുവനും ഒരു ആധ്യാത്മികതയുടെ ഒരു മുഖശോഭയായി നിലകൊള്ളുന്ന ഒരു ഇടമാണിത്. അങ്ങനെ ഒരിടത്ത് നിന്ന് നമ്മുടെ അതിരൂപതയുടെ കത്തീഡ്രൽ പള്ളിയിൽ ആയിരുന്നു കൊണ്ട് സഭയെക്കുറിച്ച്, സഭ പങ്കുവെക്കുന്ന ബോധ്യങ്ങളെക്കുറിച്ച്, ആ ബോധ്യങ്ങളിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഉറക്കെ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ സഭാബോധ്യം അതിൻ്റെ സർവ്വ തീവ്രതയിലും അടയാളപ്പെടുത്തിയ അഭിമന്യമാർ ജോസഫ് പൗത്തിൽ പിതാവിൻ്റെ കബറിടത്തിന് സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് സഭയെന്ന്, എങ്ങനെ ആയിരിക്കണം സഭയും അതിൻ്റെ ക്രമങ്ങളുമെന്ന് വളരെ നിഷ്ഠയോടെ പ്രബോധനം നൽകി ഒരു കാലഘട്ടത്തിൽ മുഴുവനും ഈ സഭയെ അതിൻ്റെ ചൈതന്യത്തിൽ നിലനിർത്തുവാൻ സമർപ്പണം ചെയ്ത ഒരു വിശുദ്ധ മനുഷ്യന്റെ മുന്നിൽ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സഭയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആഴപ്പെടുത്തേണ്ടതുണ്ട്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ചിന്ത, അത് സഭാ ജീവിതത്തിൻ്റെ ഉറവിടവും ഉന്നത സ്ഥാനവുമാണ് എന്നതാണ്. നിങ്ങൾക്ക് ദൈവത്തിന് മുൻപിൽ അർപ്പിക്കാൻ സാധിക്കുന്ന ഏത് മനോഹരമായ പ്രാർത്ഥനയാണ് നിങ്ങൾക്കറിയാവുന്നത്, അതിനേക്കാൾ എത്രയോ ഉത്കൃഷ്ടമായി നമ്മുടെ ആധ്യാത്മികതയുടെ മുഴുവനും സത്തയായി നമുക്ക് അവതരിപ്പിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർബാന. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറയണം, പരിശുദ്ധ കുർബാന സഭാജീവിതത്തിന്റെ ഉറവിടവും ഉന്നത സ്ഥാനവുമാണ്. പരിശുദ്ധ കുർബാന സഭാജീവിതത്തിന്റെ ഉറവിടവും ഉന്നത സ്ഥാനവുമാണ്. അതായത് പരിശുദ്ധ കുർബാനയും സഭാജീവിതവും തമ്മിൽ ഇഴപിരിക്കാനാവാത്ത ഒരു ബന്ധമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മളെ സഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം സഭയുടെ ജീവിതത്തോട് ആഴത്തിൽ ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. പരിശുദ്ധ കുർബാനയെ ഒഴിവാക്കി സഭയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. സഭ ധാരാളം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ആതുര ശുശ്രൂഷ, അങ്ങനെയുള്ള പല മേഖലകളിൽ സഭ ഇടപെടുന്നുണ്ടെങ്കിലും സഭയുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരെയും ആകർഷിക്കുക, പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. സഭ എന്ന് പറയുന്നത് കുർബാനയാൽ രൂപപ്പെടുത്തപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ചിതറിപ്പോയ ശിഷ്യഗണം അവർ തിരികെ വരുന്നത്, ആ കൂട്ടായ്മയുടെ ചൈതന്യത്തിലേക്ക് വരുന്നത് പരിശുദ്ധ കുർബാനയുടെ ആ ബോധ്യത്തെ മുൻനിർത്തിയിട്ടാണ്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ അവനെ തിരിച്ചറിഞ്ഞു, അപ്പം മുറിക്കുമ്പോൾ ഞങ്ങൾ അവനെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരാൻ കാരണം എന്താണ്? ആ അപ്പം മുറിക്കലിന്റെ അനന്യത അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ടാണ്. കാരണം ഈശോയുടെ ശിഷ്യന്മാരായി ഈശോയുടെ കൂടെ നടന്ന കാലയളവിലെല്ലാം ഈശോയ്ക്ക് മാത്രം സവിശേഷമായ വിധത്തിൽ അവിടുന്ന് അപ്പം മുറിക്കുന്നത് അവർ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനപ്പം മുറിക്കുന്ന വിധം, അവനപ്പം എടുക്കുന്ന വിധം, അവനപ്പം വാഴ്ത്തുന്ന ശൈലി ഒക്കെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈശോയിലേക്കുള്ള ഒരു
ദിശാസൂചികകളായിരുന്നു എന്ന് നമുക്ക് പറയാം. അനന്യമായ രീതിയിൽ ഈശോ അപ്പം മുറിച്ചു. നമ്മുടെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് മുഴുവനും സൂചിപ്പിക്കുന്നത് ഈശോ അപ്പം മുറിച്ച ആ സമയങ്ങളിൽ ഉപയോഗിച്ച രീതികൾ, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനയെ മുഴുവനും വിശദീകരിക്കാറുണ്ട്. അവൻ അപ്പമെടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. ഈ 4 വാക്കുകളിൽ പരിശുദ്ധ കുർബാന മുഴുവനും അടങ്ങിയിട്ടുണ്ട് എന്നാണ് ആരാധനാക്രമ വിദഗ്ധർ പറയുന്നത്. അവൻ അപ്പമെടുത്തു എന്ന് പറയുന്നതിൽ ആ ഒരുക്ക ശുശ്രൂഷ മുഴുവനും, നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് തൊട്ടു മുമ്പുള്ള ഭാഗം മുഴുവനെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. അവൻ അപ്പമെടുത്തു. വാഴ്ത്തി എന്ന് പറയുന്നിടത്ത് പരിശുദ്ധ കുർബാനയുടെ കൂദാശാ ഭാഗമാണ്. മുറിച്ചു എന്ന് പറയുന്നത് വിഭജന ശുശ്രൂഷയാണ്. കൊടുത്തു എന്ന് പറയുന്നിടത്ത് ദൈവൈക്യ ശുശ്രൂഷ. അപ്പോൾ വളരെ മനോഹരമായി, അതുകൊണ്ടാണ് ഈ അനന്യമായ രീതിയിലുള്ള അർപ്പണ ശൈലിയെ, ഈ അപ്പം മുറിക്കലിനെ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർക്ക് ഈശോയെ കുറിച്ച്, അവന്റെ പെസഹായെ കുറിച്ച്, അവൻ പറഞ്ഞ വാക്കുകളെ കുറിച്ച്, അവൻ ഒരുമിച്ച് ചേർത്ത ശ്ലീഹന്മാരെ കുറിച്ച് ഓർക്കാതിരിക്കാനാവില്ല. അവർ ആ കൂട്ടായ്മയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പല തലങ്ങളിലുള്ള, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നമ്മളെ വല്ലാതെ ചിതറിച്ചു കളയുമ്പോൾ തിരികെ വരാൻ, നന്മയിലേക്ക് മടങ്ങാൻ, കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരാൻ, സഭയുടെ ചൈതന്യത്തിൽ നിന്ന് മാറി ദൂരെ അലയുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെ, ആർദ്രതയോടെ അവന്റെ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന അർപ്പണം. അതുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പണമാണ് സഭയെ രൂപപ്പെടുത്തിയത്. ഇന്നും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാന അർപ്പണമാണ്. അതുകൊണ്ട് ആ ചൈതന്യത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ കുറിച്ച് തന്നെ തിരിച്ചറിയണം. പരിശുദ്ധ കുർബാനയെ മുൻനിർത്തി, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, പരിശുദ്ധ കുർബാനയുടെ നാമത്തിൽ കർത്താവിന്റെ ദിവസത്തിൽ ഒത്തുകൂടുക എന്നതായിരുന്നു ആദിമസഭയുടെ ചൈതന്യം. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ ഓരോ ഭവനങ്ങളിൽ കൂടിയ ഓരോ ഗാർഹിക സഭയെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ദേവാലയങ്ങളില്ല. അപ്പം മുറിക്കുന്ന സ്ഥലം വിശദീകരിക്കപ്പെട്ട ഇടമായി കണ്ട് അവർ ഭവനങ്ങളിൽ ഒത്തുകൂടി. നമ്മളൊക്കെ ഒന്നിച്ചു കൂടുന്ന പള്ളികളുടെ ആദ്യ രൂപമായി ഇതുപോലെ ഭവനങ്ങളിൽ അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി. പരിശുദ്ധ കുർബാനയുടെ നാമത്തിൽ, പരിശുദ്ധ കുർബാനയെ മുൻനിർത്തി, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു സമൂഹമായിട്ടാണ് ആദിമ സമൂഹം തങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്കിപ്പുറം നമ്മളും ഒരു സഭ എന്നുള്ള നിലയിൽ, വിശുദ്ധ ജനമെന്നുള്ള നിലയിൽ നമ്മളെ കാണേണ്ടതും നമ്മളെ തിരിച്ചറിയേണ്ടതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയുടെ നാമത്തിൽ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയെ മുൻനിർത്തി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ജനമായി നമ്മളെ വ്യാഖ്യാനിക്കണം.